Hello guys, Assalamu alaikum. This is Sharmina. Welcome to Sharmi's Talkies. അപ്പം നമ്മൾ വൈകിട്ടായപ്പോൾ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാൻ പ്ലാൻ ചെയ്തു. ആദ്യം നമ്മൾ അജ്മാനിലേക്കാട്ടോ പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ട്രാഫിക് കാരണം നമ്മളത് മാറ്റി ഫുജേറയിലേക്കായിട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി, നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ കുറേ ദൂരം പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തു, എവിടെ പോകണം എന്നുള്ളത്. നമ്മൾ ഫുജേറിലെ മ്യൂസിക് റോഡ് വഴി പോകാം, എന്നിട്ട് കൽബ വഴി നമുക്ക് തിരിച്ചു വരാം. ഒരു നൈറ്റ് ഡ്രൈവ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് വഴിയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് മെല്ലെ തിരിച്ചു വരാം എന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പയ്യെ ഫുജേറ വഴി ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഷാർജ മോസ്ക് എത്തിയിട്ട്, ഷാർജ മോസ്കാണ് അടിപൊളിയായിരുന്നു. ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പൊക്കെ അയച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഷാർജ മോസ്ക് കഴിഞ്ഞ ഉടനെ നമ്മളാണെങ്കിൽ ഒരു ചായക്കടയിൽ നിർത്തി, ഒരു ചെറിയ ചായക്കടയിൽ നിർത്തി നമ്മളെല്ലാവരും ചായ കുടിച്ചു. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാട്ടോ പോയത്. അപ്പോൾ എല്ലാവരും അവിടെ നിർത്തി നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ചില്ല് ചെയ്ത്. അപ്പോഴത്തേനും ഭയങ്കര തണുപ്പായിട്ട്, യുഎയിൽ മഴയൊക്കെ പെയ്ത് ഭയങ്കര തണുപ്പായിട്ട് കിടക്കുമായിരുന്നു. ഫുള്ളിങ്ങനെ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, തണുപ്പാണ്. യുഎയിൽ മഴ പെയ്താൽ ഫുൾ വെള്ളമൊക്കെ കയറി ഭയങ്കര തണുപ്പാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചപ്പോൾ ഒരു ചെറിയൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വെള്ളം കെട്ടി കിടക്കാനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫുൾ യുഎയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ പള്ളികളിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളപ്പോൾ ഫുജേർ എത്താറായിട്ടോ, ഫുൾ മലയാട്ടോ അപ്പോൾ കാണുന്നത് നിങ്ങൾക്ക്. അപ്പത്തേനും ചെറിയ മഴയൊക്കെ തുടങ്ങി. നമ്മൾ ഫുജേർ എത്താറായപ്പം ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ട് നല്ല രസമായിരുന്നു. മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ കേട്ട് അപ്പത്തേനും നമ്മൾ മ്യൂസിക് റോഡ് എത്തി. ഫുജേറ മ്യൂസിക് റോഡ് എത്തിയിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും ഒരു മ്യൂസിക്കിൻ്റെ സൗണ്ട്. അപ്പോഴത്തേനും നമ്മൾ ഫുജേറ ടൗണിലേക്ക് അടുക്കാറായപ്പോൾ ഈ ഫ്ലാഗ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അത് ഇങ്ങനെ കാറ്റത്ത് പറക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രസമുള്ള, അതിൻ്റെ പുറകിൽ നല്ല മലയൊക്കെ ആയിട്ട് നല്ല ഗ്രീനറി ഉള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അത് നമുക്കത് കാണാൻ നല്ല രസമാണ്. ഫോട്ടോയിൽ കാണേക്കാൾ നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണാൻ. ഇങ്ങനെ കുറച്ച് മലയും പുറകിലൊരു മലയും പിന്നെ കുറച്ച് ഗ്രീനറിയൊക്കെ ആയിട്ട് ആ ഫ്ലാഗ് ഇങ്ങനെ പറക്കണതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൗസ്, എന്തോ ഒരു ഗ്ലാസ് ഹൗസ് പോലത്തെ ഒരു ഹൗസ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. ഇങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് കിടക്കുമ്പോൾ നെസ്റ്റൊക്കെ കാണാം കേട്ടോ. നമ്മൾ സിറ്റിയിലേക്ക് ഇങ്ങനെ കിടക്കും തോറും ഇങ്ങനെ നല്ല രസമായിട്ട് ബിൽഡിങ്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണാം. യുഎയിൽ വന്നാൽ തന്നെ ബിൽഡിങ്സിൻ്റെ ഒരു ഭംഗി, അതൊരു വേറെ ലെവൽ ഭംഗിയാട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളപ്പോൾ ഫുജേറ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഫുജേറിൽ ഇങ്ങനെ കറങ്ങി കുറച്ച് നേരം നമ്മളിങ്ങനെ കറങ്ങി പാട്ടൊക്കെ ആസ്വദിച്ചിങ്ങനെ കറങ്ങിയപ്പോഴത്തേനും നമ്മൾ കുറച്ച് നേരം വണ്ടി വഴിയിൽ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്തിറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ യുഎ നാഷണൽ ഡേ അല്ലായിരുന്നോ കഴിഞ്ഞ ദിവസം, 54ാമത് നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇതുവരെ ഒന്നും അയച്ചിട്ടില്ല. അപ്പോൾ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തേക്കുമായിരുന്നു. 54 എന്നൊക്കെ എഴുതിയിട്ടുള്ള ലൈറ്റും പിന്നെ റൗണ്ട് ബോട്ടിൻ്റെ അവിടെ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലവർ പോലെ, പിന്നെ 54ൻ്റെ ആകൃതിയിൽ, പിന്നെ ചന്ദ്രൻ ആ ഷേപ്പിൽ, എല്ലാ ഷേപ്പിലും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ അത് കാണാൻ വേണ്ടി തന്നെ റൗണ്ട് ബോട്ട് ചുറ്റി വീണ്ടും നമ്മൾ വന്നു കേട്ടോ. റൗണ്ട് ബോട്ട് ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേനും നമുക്ക് ആ ലൈറ്റിങ് നമുക്ക് ഫുൾ കാണാം. അവരിങ്ങനെ റൗണ്ട് ബോട്ടിൻ്റെ അവിടെ ശരിക്കും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലവറായിട്ടും പിന്നെ കുറച്ച് അറബി വേർഡ്സൊക്കെ എഴുതി. അത് നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് കാണാൻ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മളൊരു കഫേയിലാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. നല്ല ഷവായ, സൂപ്പർ ഗ്രില്ല് ഷവായ ആട്ടോ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഫുജേറ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ പോയത്. നമുക്ക് മോളിൽ ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഒരു ആംബിയൻസ് ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ മുകളിൽ ഇരുന്ന് കഴിക്കാനായിട്ടാണ് പോയത്. അപ്സ്റ്റെയറിൽ അവിടെ ഫുൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുജേറ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫുഡ് വൈബ്സ്, ഗുഡ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞ് അവർ ലൈറ്റിങ്ങും കാര്യങ്ങളും സോഫയൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. ഫുൾ നമുക്ക് മുകളിൽ നോക്കാനുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. അടിപൊളി ലൈറ്റും കാര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ഫുജേറ സ്റ്റേഡിയം ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാം കേട്ടോ. അടിപൊളി സോഫയൊക്കെ അവരിങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല രസമാട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ പിന്നെ ആട്ടോ ഓർത്തത്, ഞാൻ വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ പകുതി ഫുഡ് കഴിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ യുഎയിൽ മഴ ആയതുകൊണ്ട് ഭയങ്കര കാറ്റ് ഒക്കെ വീശിയോണ്ട് അവിടുത്തെ അവരൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്ന സാധനമൊക്കെ പോയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു ഫുള്ള് നല്ലൊരു കെട്ടിടം, നല്ല രസമുള്ളൊരു
എസ്തെറ്റിക് ആയിട്ട് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു കേട്ടോ. എന്താണെന്ന് ഞാൻ നോക്കാൻ മറന്നുപോയി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ വാട്ടർ ഷോ ഒക്കെ കാണാം, പല പല കളറിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടു കേട്ടോ. പച്ചയായി, അത് കഴിഞ്ഞ് റെഡ്, അത് കഴിഞ്ഞ് ഗ്രീൻ, അങ്ങനത്തെ കളർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഫുജേറ കൽബ റോഡിൻ്റെ സൈഡാട്ടോ വരുന്നത്. അപ്പോൾ അവിടെ എസ്തെറ്റിക് ആയിട്ട് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെയും ഫുൾ ലൈറ്റിംഗ് ആട്ടോ വരുന്നത്, ഫുൾ ലൈറ്റിംഗ്. അപ്പോൾ നമ്മൾ അടുത്ത ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ അങ്ങൊരു ക്ലോക്ക് ടവർ പോലെ ഒരു സംഭവം കാണാട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് ഫുൾ മഴയായി. നമ്മൾ വീണ്ടും പിന്നെ നമ്മൾ തിരിച്ച് ഷാർജയിലേക്ക് വരുമ്പോഴത്തേനും ഫുൾ വെള്ളത്തിലായിട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ശരിക്കും താന്ന് നമ്മൾ വെള്ളത്തിൽ കൂടെ ആയിട്ടോ പോയത്. നമ്മൾ പോയപ്പോൾ ഇത്ര മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഫുൾ റോഡും, ചെറിയ റോഡും വലിയ റോഡും എല്ലാ റോഡിൽ കൂടെയും നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം വീടൊക്കെ എത്താറായിട്ടോ. വീടിപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളിൽ നമ്മൾ വീടെത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.